നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ബുദ്ധിജീവികൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയോട് അഫിലിയേഷൻ ഇല്ലാത്ത ചില ആളുകൾ വലിയ കലിപ്പിലാണ്. അതിൽ തന്നെ നല്ലൊരു ഭാഗം ഈ ദളിതരുടെയും ആദിവാസികളുടെയും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിജീവികളാണ്. ഇവരുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, സഖാവ് കെ രാധാകൃഷ്ണൻ പടിയിറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈവശം വച്ചിരുന്ന വകുപ്പുകൾ, പ്രത്യേകിച്ച് ദേവസ്വം അതുപോലെ പാർലമെൻ്ററി കാര്യം, ഇത് രണ്ടും നമ്മുടെ കാരണഭൂതനെടുത്ത് മറ്റ് മന്ത്രിമാരെ ഏൽപ്പിച്ചു. അതായത് പാർലമെൻ്ററി കാര്യ വകുപ്പ് MP രാജേഷിനെ ഏൽപ്പിച്ചു. അതുപോലെ ദേവസ്വം വകുപ്പ് കൃതഹസ്തനായ വാസവൻ സഖാവിനെ ഏൽപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു. വാസവൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളത് ഇവിടെ ആളുകൾക്കറിയില്ല. ദേവസ്വം വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്താൽ എത്ര അമ്പലങ്ങളാണ് ഈ നാട്ടിൽ ഭൂമിയിൽ മണ്ണിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ എന്നറിയാം. അത്രയും പ്രതിപാദനനായ ഒരു ഭരണകർത്താവാണ് വാസവൻ. അതുപോലെ തന്നെ പാർലമെൻ്റ് രംഗത്ത് കഴിവും പ്രാപ്തിയും തെളിയിച്ച ആളാണ് MP രാജേഷ്. അദ്ദേഹം കുറച്ചു കാലം നമ്മുടെ കേരള നിയമസഭയുടെ സഭാനാഥൻ, അതായത് സ്പീക്കർ കൂടി ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് വരും. അതുപോലെ ഈ വകുപ്പ് ദേവസ്വം വകുപ്പ് VN വാസവന് കൊടുക്കും. OR കേളു പുതിയ ആളാണല്ലോ, അദ്ദേഹത്തിന് പട്ടികജാതി പട്ടിക വർഗ ക്ഷേമ വികസന വകുപ്പ് കൊടുത്തു. അതിന് പകരം അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് കൂടി കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് ഈ ബുദ്ധിജീവികൾ പറയുന്നത്. ദേവസ്വം വകുപ്പ് കൊടുക്കാതിരുന്നത് സവർണ ഫാസിസ്റ്റ് ഗൂഢാലോചനയാണ് എന്ന് പറയും. VN വാസവൻ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം സവർണനെയല്ല, അദ്ദേഹം അവർണ സമുദായക്കാരനാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈഴവനാണ്. മുമ്പ് കള്ള് ഷാപ്പിൽ കരക്കച്ചവടക്കാരനായിരുന്ന ആളാണ്. അദ്ദേഹത്തെ എങ്ങനെ സവർണ ഫാസിസ്റ്റായിട്ട് ആർക്കെങ്കിലും കണക്കാക്കാൻ പറ്റും? അതുകൊണ്ട് വാസവൻ ചേട്ടൻ ഈ വകുപ്പ് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. നേരത്തെ നമ്മുടെ അഹമ്മദ് ദേവർകോവിൽ രാജിവെച്ചു. അദ്ദേഹത്തിന് പകരം കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ദേവർകോവിലിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാ വകുപ്പും കടന്നപ്പള്ളി കൊടുത്തില്ല. അതിൽ പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തുറമുഖ വകുപ്പായിരുന്നു. പ്രത്യേകിച്ച് വിഴിഞ്ഞ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് 10 കാശ് കിട്ടാൻ വഴിയുള്ള ഒരു സമയവും കൂടിയാണ്. അതുകൊണ്ട് തുറമുഖ വകുപ്പ് CPM ഏറ്റെടുക്കുകയും ഈ കടന്നപ്പള്ളിക്ക് ഏതാണ്ട് രജിസ്ട്രേഷൻ വകുപ്പോ അങ്ങനെ എന്തോ ചീള് വകുപ്പ് മാത്രം കൊടുക്കുകയും ചെയ്തു. ഈ ഏറ്റെടുത്ത തുറമുഖ വകുപ്പ് ആരെ ഏൽപ്പിച്ചു? അത് വാസവനെ ഏൽപ്പിച്ചു. കാരണം മുഖ്യമന്ത്രിക്ക് അറിയാം പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ, പല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഏറ്റവും പറ്റിയ ആൾ, ഏറ്റവും പറ്റിയ തോട്ടി എന്ന് പറയുന്നത് സഖാവ് വാസവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ അതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല. OR കേളു ആദ്യം തന്നെ ദേവസ്വം വകുപ്പ്, ആദ്യം തന്നെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് ഭരിച്ച് കഴിവ് തെളിയിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പോ വഖഫ് വകുപ്പോ ഏത് വകുപ്പ് വേണമെങ്കിൽ കൊടുക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല, ഈ വകുപ്പ് നിശ്ചയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ലുക്കൗട്ടിൽപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഡിസ്ക്രിപ്ഷനാണ്, അബ്സൊല്യൂട്ട് ഡിസ്ക്രിപ്ഷനിൽ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ നിയമിക്കുമ്പോൾ അയാളുടെ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കണ്ടെത്തി കൊടുക്കണം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ ഒരു നിതാന്ത വിമർശകനാണ് ഞാനെന്നറിയാമല്ലോ. പക്ഷേ ഞാൻ പോലും ഈ കാര്യത്തിൽ മുഖ്യൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഈ ദളിത് ബുദ്ധിജീവികൾ അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ, 3 കൊല്ലം മുമ്പ് ഈ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ പട്ടികജാതിക്കാരുടെ പ്രാതിനിധ്യം എന്തുകൊണ്ട് ഒറ്റക്കൊരാളിൽ ഒതുങ്ങിപ്പോയി? കെ രാധാകൃഷ്ണൻ അല്ലാതെ ഒരാളെ കൂടി മന്ത്രിയാക്കാനായിട്ട് CPIക്കോ CPMനോ സാധിച്ചില്ലല്ലോ. അതെന്തുകൊണ്ട് സംഭവിച്ചു? രണ്ടാമത്, ഈ കെ രാധാകൃഷ്ണൻ പാർട്ടിയിൽ വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം 1996, 2001 കാലത്ത് കേരളത്തിൽ മന്ത്രിയായിരുന്ന ആളാണ്. ഇതേ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. അദ്ദേഹം അങ്ങനെ മന്ത്രിയായ ആളാണ്. ഇത്തവണ അത് കഴിഞ്ഞ് പിന്നീട് VSൻ്റെ കാലത്ത് സ്പീക്കറായിരുന്ന ആളാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇത്രയൊക്കെ സീനിയറായിട്ടുള്ള ആൾക്ക് ആകെ ഭരിക്കാൻ കൊടുത്ത വകുപ്പ് ഏതാ? പട്ടികജാതി ക്ഷേമ വകുപ്പ് കൂടാതെ കൊടുത്തത് ഈ പേര് മാത്രമുള്ള ദേവസ്വം വകുപ്പാണ്. അദ്ദേഹത്തെ ദേവസ്വം മന്ത്രിയാക്കി ഇപ്പോൾ സഖാക്കൾ കോരിത്തരിച്ചു. ഇതാദ്യമായി പട്ടിക വിഭാഗത്തിൽ നിന്നൊരാൾ കേരളത്തിൽ ദേവസ്വം മന്ത്രി. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. കൊച്ചി സർക്കാരിൻ്റെ കാലത്ത് കൊച്ചുകൂട്ടൻ വരെ ഈ പട്ടികജാതിക്കാരനായിരുന്നുകൊണ്ട് ദേവസ്വം വകുപ്പ് ഭരിച്ചിട്ടുണ്ട്. പിന്നീട് വെള്ള ഈച്ചറിനുണ്ടായിരുന്നു, കാളാശ്ശേരി ദാമോദരനുണ്ടായിരുന്നു, MK കൃഷ്ണനുണ്ടായിരുന്നു, അങ്ങനെ മറ്റു പലരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കെ രാധാകൃഷ്ണൻ എന്തുകൊണ്ട് ഈ വകുപ്പ് മാത്രമായിപ്പോയി? കെ രാധാകൃഷ്ണൻ എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് കൊടുത്തില്ല? എന്തുകൊണ്ട് ആരോഗ്യ വകുപ്പ് കൊടുത്തില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിന് വ്യവസായ വകുപ്പ് കൊടുത്തില്ല എന്ന് വെച്ചാൽ പട്ടികജാതിക്കാർക്ക് അങ്ങനെയുള്ള വകുപ്പുകളൊന്നും കൊടുക്കാറില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് ഒറീസയിൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു ഗോത്രവർഗ്ഗക്കാരൻ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്.
അതേ സംസ്ഥാനത്ത് നിന്ന് ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യൻ രാഷ്ട്രപതിയായിരിക്കുകയാണ്, ദ്രൗപദി മുർമു. അങ്ങനെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പട്ടികജാതിക്കാർക്ക് പട്ടികവർഗ്ഗക്കാർക്കൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ കിട്ടിയിട്ടുണ്ടോ? കേരളത്തിൽ കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് കേരളത്തിലെ കാര്യങ്ങൾ. മറിച്ച് വടക്കേ ഇന്ത്യയിൽ പട്ടികജാതിക്കാരെ ദ്രോഹിച്ചു, ജീവനോടെ കത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് രോമാഞ്ചുണ്ടോ? ഇവിടെ എന്ത് സംഭവിക്കുന്നു? കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഒരൊറ്റ പട്ടികജാതിക്കാരനും പട്ടികവർഗ്ഗക്കാരനും വ്യവസായ മന്ത്രിയായിട്ടില്ല, ആരോഗ്യമന്ത്രിയായിട്ടില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് ഭരിക്കാൻ എപ്പോഴും കൊടുക്കുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മാത്രമാണ്. അതുകൊണ്ടാണ്. എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായില്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതൊക്കെ നമ്മൾ സങ്കല്പിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒന്നും ഒരു കാര്യം ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഇങ്ങനെ നവോത്ഥാനം പൂത്തുലഞ്ഞ് ഉണ്ടാങ്കോലായിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഏതായാലും സഖാവ് രാധാകൃഷ്ണന് വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. സഖാവ് കേളുവിന് ഭാവിയിലേക്ക് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.